മച്ചാമാരെ കാസ്റ്റിംഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുവാഹട്ടി സിറ്റിയുടെ പുറത്താണ്. എന്ന് വെച്ചാൽ ഗുവാഹട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറി ഉള്ളൊരു സ്ഥലത്താണ്. ഇപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ദിമാപൂരി ഇല്ല, ദിമാപൂരി എന്നിട്ട് നമ്മുടെ പെർമിഷനും കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഓൺലൈൻ ചെയ്തിട്ട് കിട്ടാനുള്ള അപ്പൊ ഞാൻ 3 ദിവസമായി ചെയ്തിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഏകദേശം അറിഞ്ഞത്. കാരണം മൊത്തത്തിലെല്ലാം അലങ്കോലമായിട്ട് ഇടയ്ക്കായിരുന്നു. അതെ, എന്ന് പറഞ്ഞാൽ ഒഡീഷ കൊണാർക്ക് കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കാന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാൾ സൈഡ് ബംഗ്ലാദേശ് ആ ബോർഡർ ആ വഴി കൂടി നമ്മൾ വന്നത്. ട്രാവൽ ചെയ്ത് ഇപ്പോൾ ഗുവാഹട്ടി ഇന്നലെ രാത്രിയാണ് നമ്മൾ വന്ന് കയറിയത്. ഇപ്പോൾ ഒരാഴ്ചയായി നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. കറക്റ്റല്ലായിരുന്നു, നമ്മുടെ ബോഡി ഒന്ന് കറക്റ്റായിരുന്നു, ഹീറ്റായിരുന്നു ഭയങ്കര. അപ്പോഴാണ് നമ്മളൊന്ന് ഓണായത്. അപ്പോൾ അവിടുത്തെ കുറേ വീഡിയോ ഒക്കെ നമ്മുടെ ഈ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പിടികിട്ടാറുണ്ട്. അപ്പം അത് കാരണം പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനായിട്ടും കാര്യങ്ങളും പറ്റിയിട്ടില്ല. നമ്മൾ പറ്റുന്ന രീതിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോസ് ഏകദേശം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദിമാപൂരിലേക്കാണ് പോകുന്നത്. ദിമാപൂരിലേക്കാണ്. അപ്പോൾ ഇന്നിപ്പോ ഏകദേശം 200 സംതിങ് കിലോമീറ്റർ ഉണ്ടാകും. അപ്പൊ നമ്മളിന്ന് ദിമാപൂരി അല്ലെന്ന് പെർമിഷന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കണം. ഇന്നിപ്പോ വൈകിട്ടാണ് എത്തണമെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നോക്കാൻ പറ്റും. നാളെ അത് കഴിഞ്ഞിട്ട് നേരെ നാഗാലാൻഡ് നമുക്ക് കയറുന്നതാണ്. ഇന്നത്തെ പരിപാടി എങ്ങനെ? അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഡീഷയിൽ നിന്ന് ഗുവാഹട്ടി വരെയുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് കടക്കാം. ആദ്യമേ കട്ടാക്കിയിലെ ഒരു പെട്രോൾ പമ്പിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓയിലിൻ്റെ തന്നെ അംബുനഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന ലോറിക്കായിരിക്കും വന്ന് രാത്രി സ്റ്റേ ചെയ്യാനായിട്ട് ഡോർമെട്രി ഉണ്ട്, പിന്നെ കുളിക്കാനുള്ള ഇടമുണ്ട്. അതിനൊരു ആപ്പുണ്ട്. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ എവിടെയുള്ള പമ്പിനാണെങ്കിലും നമുക്ക് കിടന്നുറങ്ങാം. ഇതേപോലുള്ള സൗകര്യങ്ങളുള്ളിടത്ത് നമുക്ക് ഡോർമെട്രി എടുക്കാം. ഒരാൾക്ക് 20 രൂപയുണ്ട് ഡോർമെട്രിക്ക്. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ രാവിലെ ഇപ്പോൾ 10:50 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി വയ്യ, 2 പേർക്കും വയ്യ. എനിക്ക് പറയാനുള്ളത് പുറത്തുനിന്ന് വന്ന് ഫുഡൊന്ന് മേടിച്ച് തിന്നരുത് മുത്തേ. പണി പാടുള്ള കാര്യം എന്താണ്? സ്പാർക്ക് പ്ലഗ് ആണോ? സ്പാർക്ക് പ്ലഗ് ആവാൻ ചാൻസ് കൂടുതൽ. കത്തിപ്പോയിട്ടുണ്ടല്ലേ, പഴുത്തിരിക്കണം. കഴിഞ്ഞിട്ടുണ്ടാകും ഉള്ളിൽ. ആണോ? എന്റെ ദൈവം, ഇതത്തട തീ പിടിച്ചിരിക്കണം. പോയാണത്? പോയതാണ്? അങ്ങനെ പോയതാണ്? മനസ്സിലാവുന്നില്ല. സ്പാർക്ക് പ്ലഗിൻ്റെ ആണ്. ഇരിക്കണതാ? ഇരിക്കണത് കരി പിടിച്ചല്ലേ ഇരിക്കണത്? ശരിടാ, പെട്രോൾ തീരാനായിട്ട് ഒന്നുമില്ല. പെട്രോളിൽ നിന്ന് ഊറ്റിയാ ടീം? അത് ഊറ്റാൻ വല്ല പാടൊന്നുമില്ല. അതും ശരിയാണ്. ഓ പിന്നെ പെട്രോൾ ഊറ്റാനായിട്ട് ഇപ്പോൾ ഇത്ര പാടാ. അമ്മാർക്കൊന്നും മത്താൻ പറ്റില്ലെങ്കിൽ പെട്രോൾ മത്താൻ പറ്റില്ല. മനുഷ്യനല്ലേ പിള്ളേ. അണ്ണാ ഇതിന് വേണ്ടി വെച്ചാണത്? ഇത് ഒരു ബാക്കപ്പിന് വെച്ചാണത് ആ പ്ലഗ്. ഇതും കൂടി അടിച്ചിട്ട് ഇതായില്ലെങ്കിൽ അപ്പോൾ വിചാരിച്ചോ പെട്രോളിൻ്റെ ആയിരിക്കാം. പെട്രോൾ നമുക്ക് ഇതിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തെങ്കിലും. ആ ഇതുകൂടി അടിച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പെട്രോൾ ഊറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. കൺഫേം ചെയ്യാല്ലേ? സ്പാർക്ക് പ്ലഗ് പോച്ച് കേട്ടാ ഗൈസ്. പെട്രോൾ മത്തിയിട്ടില്ല. അപ്പോൾ ഒരു സ്പാർക്ക് പ്ലഗ് പോയതാണ്. സ്പാർക്ക് പ്ലഗ് നമുക്ക് ഒരെണ്ണം മേടിക്കണം. ഒന്നല്ല 2-3 മേടിക്കണം. കാരണം നമ്മളെ ഇത് കാണിക്കാന്നും പറഞ്ഞു, റിവർ കാണിക്കാന്നും പറഞ്ഞ് കൊണ്ടുവന്നാ.
നമ്മളെ ചെയ്ത് പിടിച്ച ചെക്കന്മാരുണ്ട് ഏസാണ് വേണ്ടി. അപ്പോൾ ഇവരാണ് അവർ. भाई आपको नाम? मेरा जीत है जीत 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 आपका? मेरा नाम सनी സനി കമ്പിറ്റി ഇയാളറിയാലോ. അപ്പോൾ അവരൊന്ന് പറഞ്ഞ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ്. ഇവിടുന്ന് കുറച്ച് അധികം ഓട്ടം ഉണ്ട്. ഞങ്ങളിതിപ്പോൾ ഒരു ഇൻട്രോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനി നേരെ കൊൽക്കത്ത. നമ്മൾ ഇപ്പോൾ കുറച്ചധികം ഈ വീഡിയോ എടുത്തിട്ട് ഒന്നാമത്തെ കാര്യം കാരണം ഒഡീഷ കയറി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. വയ്യാണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ പതിയെ റിക്കവറായി വന്ന രീതിയിലാണ് വണ്ടിയിലിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഞങ്ങൾ നോക്കിയത്. ഞങ്ങൾക്ക് വെസ്റ്റ് ബംഗാളിൽ ബൈസാപ്പൂർ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ സിലിഗുരിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അത്രയും ദിവസത്തെ വീഡിയോ എടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവസാനമായിട്ട് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എടുത്തതെന്ന് പറഞ്ഞാൽ കൊണാർക്കിലെ വീഡിയോ ആണ് നമ്മൾ എടുത്തത്. കൊണാർക്കിലെ കഴിഞ്ഞിട്ട് പിന്നെ എടുത്തില്ല. കൊണാർക്ക് പിന്നെ ജഗന്നാഥ ടെമ്പിൾ പുരി ആ ഭാഗത്ത് അവിടെ എടുത്തേക്കണം. പിന്നെ അതായിട്ട് നമ്മൾ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. കാരണം ഞാൻ ശരിക്കും ഡൗൺ ആയിപ്പോയി, ഇയാൾ ഡൗൺ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ പതിയെ റിക്കവറായി വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ നോക്കാനുള്ള ഒരു ടൈം ഉണ്ടാകും ശരിക്കും പറഞ്ഞിട്ടുണ്ടായി. ഹൈവേ റോഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്നൊരു ടേണിങ് എടുത്ത് ഉള്ളുവഴി എടുത്തിട്ടുണ്ട്. ഇപ്പം ചെറിയ നാരോ റോഡാണ്, കുഞ്ഞു റോഡാണ്. ഇപ്പോൾ ശരിക്ക് പോകുന്നത് സിലിഗുരി റൂട്ടാണ്. സിലിഗുരി റൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റ് കാണുന്നത് ഈ പാടം കഴിഞ്ഞാൽ നേരെ ബംഗ്ലാദേശാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഭാഗവും റൈറ്റ് സൈഡിൽ ബംഗ്ലാദേശും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബോർഡർ റോഡ് പോലെയാണ്. ഇവിടെ നിർത്താമോ അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല. എങ്ങനെയുണ്ട് റോഡ് കൊള്ളാം, സൂപ്പർ. കിട്ടില്ല റോഡൊന്നും പറഞ്ഞില്ല. ഇവിടുത്തെ ആൾക്കാരെങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? കുറച്ച് പിള്ളേർ, നല്ല 4-5 പിള്ളേർ ചേർന്നിട്ട് അവന്മാരെ ചെയ്യണേ. അതിൻ്റെ നോക്കാനായിട്ടൊരു ചേട്ടനുണ്ട്. നല്ല ഏക്കർ കണക്കിനുണ്ട് സ്ഥലം. ഇതിൻ്റെ ഈ കാണുന്ന വയലിന് അപ്പുറത്താണ് ബംഗ്ലാദേശ്. ഇപ്പോൾ സമയം 3:58. നമ്മൾ നേരെ സിലിഗുരി ആയിരുന്നു നമ്മുടെ റൂട്ട് ഉണ്ടായത്. സിലിഗുരി നമ്മൾ വെട്ടിമാറ്റി. നമ്മൾ സ്ട്രെയിറ്റ് നാഗാലാൻഡിലേക്ക് പിടിക്കാൻ ഉദ്ദേശിച്ചത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദില്ലിയാണ് നാഗാലാൻഡ് കേട്ടേക്കണത്. പോയിട്ടില്ല നമ്മൾ ആസാം അവിടെ കയറിയാണ്, ഗുവാഹട്ടി ആ ഏരിയ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദില്ലിയാണെങ്കിൽ നമ്മൾ കയറാനായിട്ട് പാടുപെടും. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ടാർഗറ്റ് നമുക്ക് അടിക്കാൻ പറ്റില്ല. ഒരു ദിവസം ഇപ്പോൾ 150 കിലോമീറ്റർ അടിക്കാം. എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഡിലേ ചെയ്യും. ഇവിടെ ഓൺഫിൽ ഫെസ്റ്റിവലാണ് ഡിലേ ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിഗുരി ചെന്നിട്ട് സിലിഗുരിയിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ മാറി ആ പറഞ്ഞിട്ട് വരുന്നത് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ പുതിയയിൽ ക്യാമ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇരുന്നത്. അവിടെ ക്യാമ്പ് ചെയ്തിട്ട് വേണം നമുക്ക് നേരെ നാഗാലാൻഡ് പിടിക്കാമെന്ന് ഇരുന്നത്. പക്ഷേ നമ്മളവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ടൈമും പോകും, ചിലപ്പോൾ എന്തെങ്കിലും സാധനം മിസ്സായും ചെയ്യും. അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് നാഗാലാൻഡ് പിടിക്കുക. കാരണം കുറച്ച് നേരത്തെ ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. പിള്ളേരൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് പോകുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ നമ്മൾ വെസ്റ്റ് ബംഗാൾ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തണുപ്പ് എല്ലായിടവും തണുത്ത് തുടങ്ങണ. പിന്നെ ഇവിടെ ഇപ്പം ഇല്ലേ തണുപ്പില്ലേ നല്ലപോലെ? ഞാൻ പറഞ്ഞ തണുപ്പുണ്ട്, തണുപ്പുണ്ട്.